അസ്സലാമു അലൈക്കും. വാതിൽ തുറക്കപ്പെട്ടതും സക്കറിയ മാഹിറിൻ്റെ കലങ്ങി ചുവന്ന കണ്ണുകൾ കണ്ടു. എന്തു പറ്റും മോനെ? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ നിനക്ക്? അയാൾ അവൻ്റെ ചുമലിൽ കൈവച്ച് ആകുലതയോടെ ചോദിച്ചു. ഒന്നുമില്ല ഇക്ക, ചെറിയൊരു തലവേദന പോലെ. അവൻ ഒഴിഞ്ഞു മാറി. പുതിയ സ്ഥലവും ജോലിയുമൊക്കെയല്ലേ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണും മോനെ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഗൗരവത്തോടെയാണ് പറയുന്നതെങ്കിലും ആ ശബ്ദത്തിലെ സ്നേഹവും വാത്സല്യവും മാഹിറിനെ അറിയാൻ കഴിയുന്നുണ്ട്. അവൻ അയാളെ നോക്കിയെന്ന് തല അനക്കുക മാത്രം ചെയ്തു. അയാൾ പിന്നെയൊന്നും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിച്ചതില്ല. രണ്ടുപേരും വർക്കിംഗ് ഡ്രസ്സ് മറിഞ്ഞ് തോട്ടത്തിലേക്ക് ഇറങ്ങി. ജോലി ചെയ്യുമ്പോൾ മാഹിറിൻ്റെ മനസ്സിൽ ചിന്തയിൽപ്പെട്ട് വേവുകയായിരുന്നു. എൻ്റെ സുറുമി എന്നെ വഞ്ചിക്കില്ല, അവൾ എന്നെ മറന്നൊരു തെറ്റിലേക്കും പോവില്ല. അവൻ്റെ ഹൃദയം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴൊക്കെയും സുൽത്താനയുടെ മിഴികൾ അവനെ ആർത്തിയോടെ പിന്തുടർന്നത് അവൻ അറിഞ്ഞതില്ല. അവനെ നോക്കുമ്പോഴേക്കും സുൽത്താനയുടെ ഉള്ളിൽ അമീറിനോടുള്ള പ്രണയത്തിൻ്റെ വേലിയേറ്റം നടക്കുന്നുണ്ടായിരുന്നു. അമീർ, നീ എന്നെ കാണുന്നില്ലേ? ഓരോ നിമിഷവും നിനക്ക് വേണ്ടി തുടിക്കുകയാണ് ഇവിടെ എൻ്റെ ഹൃദയം. നീ എന്തിനാണ് എന്നെ അവഗണിക്കുന്നത് അമീർ? ഇനിയുള്ള ജന്മങ്ങൾ മുഴുവൻ നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നീ എന്തേ എന്നെ മറന്നതുപോലെ നടിക്കുന്നത്? ജനലിലൂടെ തല ചേർത്ത് വെച്ച് മാഹിറിനെ നോക്കി നിൽക്കുമ്പോൾ സുൽത്താനയുടെ അധരങ്ങൾ വിറയലോടെ മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുനീർ മുത്തുകണക്കെ കവിളിലൂടെ ഒഴുകിപ്പരുന്നു. നീ എന്നിലേക്ക് തന്നെ വരും അമീർ. നിന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയത്തെ നീ തിരിച്ചറിയും വൈകാതെ. സുൽത്താന! ബാപ്പയുടെ വാത്സല്യം നിറഞ്ഞ സ്വരമാണ് അവളെ സ്വപ്നലോകത്ത് നിന്ന് ഉണർത്തിയത്. ബാപ്പയോടൊപ്പം തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ മുനീഫും വന്നിട്ടുണ്ടെന്ന് കണ്ടതും സുൽത്താന ജനലൊഴുകിൽ പിടിച്ച തൻ്റെ കൈകളെ അയച്ച് കണ്ണു തുടച്ച് അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സുൽത്താന, മോളെക്കുറിച്ച് ബാപ്പ ഡോക്ടറോട് എന്തൊക്കെയോ പറഞ്ഞു. സുൽത്താന വീണ്ടും പഴയതുപോലെ അമീറിൻ്റെ ലോകത്തേക്ക് പോയെന്നോ? ജോലിക്കാരനെ അമീറാണെന്ന് തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ കുസൃതി കാണിച്ചതൊക്കെ ഞാൻ കേട്ടതൊക്കെ ശരിയാണോ മോളെ? അയാൾ അവളുടെ അടുത്തേക്ക് വന്നു സ്നേഹത്തോടെ തിരുക്കി. സുൽത്താന ഒന്നും പറയാതെ ബാപ്പയെ നോക്കി നിന്നതേയുള്ളൂ. അഹമ്മദ്, നിങ്ങൾ പുറത്തേക്ക് നിന്നോളൂ, ഞാൻ സുൽത്താനയോടൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടർ പറഞ്ഞതും സുൽത്താനയുടെ ബാപ്പ അവളെയൊന്ന് നോക്കി പുറത്തേക്കിറങ്ങി. പറ മോളെ, എന്താണ് ഇവിടെ ഉണ്ടായത്? അയാൾ വീണ്ടും അവളിലേക്ക് തിരിഞ്ഞു. ഡോക്ടർ, അമീർ, എൻ്റെ അമീർ വന്നു ഡോക്ടർ. അവൻ എന്നിലേക്ക് തിരിച്ചു വന്നു ഡോക്ടർ. ഡോക്ടർക്ക് അവനെ കാണണോ? ഞാൻ കാണിച്ചു തരാം. അവൾ വാചാലയായി. അവനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ വെള്ളാരം കണ്ണുകൾ കൂടുതൽ തിളക്കം വെച്ചതുപോലെ. ഡോക്ടറുടെ മുഖം ചുളിഞ്ഞു. സുൽത്താന ആവേശത്തോടെ ഡോക്ടറുടെ കൈപ്പിടിച്ച് ജനാലയുടെ അരികിലേക്ക് കൊണ്ടുപോയി മാഹിറിനെ കാണിച്ചു കൊടുത്തു. അവളുടെ വിരലുകളെ പിന്തുടർന്ന് അയാളുടെ നോട്ടവും മാഹിറിലേക്കെത്തി. അവനെ കണ്ട മാത്രയിൽ ഡോക്ടറുടെ കണ്ണുകൾ വിടർന്നുപോയി. ഒറ്റ നോട്ടത്തിൽ അമീറിനെ പോലെ തോന്നിക്കുന്നൊരു ചെറുപ്പക്കാരൻ, എവിടെയൊക്കെയോ അവനോട് തോന്നിക്കുന്നൊരു ആൺരൂപം. മുൻപ് സുൽത്താന തന്നെയാണ് ഡോക്ടർക്ക് അമീറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തത്. വെറുതെയല്ല സുൽത്താന മറന്നു തുടങ്ങിയ അമീറിൻ്റെ കാര്യം വീണ്ടും ഓർത്തതെന്ന് അയാൾ ചിന്തിച്ചു. ഡോക്ടർ മുനീഫ്, അയാൾ സുൽത്താനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 3 വർഷമായി. ആദ്യമായി അവളെ കാണുമ്പോൾ സമനില നഷ്ടപ്പെട്ട് ശരിക്കും ഒരു ഭ്രാന്തിയെപ്പോലെ തന്നെയായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ. കാമുകൻ്റെ മരണം കണ്ട് പൊട്ടിച്ചിതറിയ ഹൃദയമായി ചികിത്സ തേടിയെത്തിയ പെൺകുട്ടിയെ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ടാണ് പഴയതൊക്കെ മറന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ വീണ്ടും അതുപോലൊരു അവസ്ഥയിൽ അവൾ എത്തി നിൽക്കുന്നുവെന്നോ? അവൾ വീണ്ടും അവളുടെ അമീറിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു തുടങ്ങിയെന്നോ? ഡോക്ടർ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ അതൊരു നിറഞ്ഞ ചിരിയായി. ഡോക്ടർക്ക് എന്നെ വിശ്വാസമില്ലേ? ഡോക്ടറും തന്നെ കളിയാക്കുകയാണെന്ന് ഓർത്തവൾ. നീ എന്തൊക്കെയാണ് സുൽത്താന നീ പറയുന്നത്? ആ നിൽക്കുന്നത് ആരാണെന്ന് നിനക്കറിയോ? നിന്റെ വീട്ടിലെ തോട്ടം നനയ്ക്കാൻ വന്ന വെറും ജോലിക്കാരൻ. അയാളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഡോക്ടർ ചുണ്ടിലെ പുഞ്ചിരിമായതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സുൽത്താന അയാളെ തുറച്ചു നോക്കി. ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഡോക്ടറുകൾ മോളോട് കള്ളം പറയുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അമീർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് നീ ഉൾക്കൊണ്ടേ മതിയാവൂ സുൽത്താന. അയാൾ നിന്റെ അമീറല്ല, ഇവിടുത്തെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ്. ഡോക്ടർ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ മിഴിച്ച് പുറത്തേക്ക് തള്ളി. ഇനിയിപ്പോൾ എന്നെയും ഞാൻ വിശ്വസിക്കില്ല എന്നാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം, അയാൾ നിന്റെ അമീറാണോ എന്ന്. ഡോക്ടർ വീണ്ടും ചിരിച്ചു.
സുൽത്താന അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. നമുക്കേ അമീർ എന്ന പേര് ഉറക്കെ വിളിച്ചു നോക്കാം. ആ പേര് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. എൻ്റെ നേരെ കൈ വീശി കാണിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ, അത് തൻ്റെ പ്രണയം തന്നെയാണ്. അല്ല എന്നാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ ചങ്കൊന്ന് പിടച്ചു. അയാൾ ആ പേര് കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ സുൽത്താന ഡോക്ടർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. സമ്മതിച്ചോ? അയാൾ സൗമ്യത കൈവിടാതെ ചോദിച്ചതും ആ പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് തോന്നിയവൾ ഹൃദയം പൊടിയുന്ന വേദനയിലും വെറുതെ തല അനക്കുക മാത്രം ചെയ്തു. കാരണം അവൾക്ക് മറ്റൊരുക്കാളും ആ മനുഷ്യന് വിശ്വാസമാണ്. അയാൾ വളരെ ലളിതമായി അവൾക്ക് കാര്യങ്ങൾ ഓരോന്നും വിവരിച്ചു കൊടുക്കാറുണ്ട്. അവളുടെ ഉള്ളിലെക്കുന്ന പല കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ടവൾ. അമീർ, അമീർ, യാ അമീർ, ഡോക്ടർ ഉറക്കെ വിളിച്ചു. സുൽത്താനയുടെ ഹൃദയം ആഞ്ഞുമിടിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. നെഞ്ചു പൊടിയുന്ന നോവ് അവളുടെ പ്രതീക്ഷയെ തല്ലി തകർത്തു. പണിയിൽ മുഴുകിയിരിക്കുന്ന സക്രിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും മാഹിർ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അവൻ്റെ മനമപ്പോൾ അവൻ്റെ ഹൃദയസഖിയുടെ ഓർമ്മകളിൽ പെട്ടലയുകയായിരുന്നു. അമീർ, ഡോക്ടർ ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ചു കോവിയെങ്കിലും മാഹിറിൻ്റെ കണ്ണുകൾ അവരിലേക്ക് അറിയാതെ പോലും എത്തിയില്ലെന്ന് കണ്ടതും സുൽത്താനയുടെ മുഖം നിരാശയിൽ കുതിർന്നു. അമീർ, ഇത്തവണ അവനെ വിളിച്ചത് സുൽത്താനയായിരുന്നു. അവളുടെ ചങ്കിടറിയുള്ള സ്വരം സക്കറിയ അന്തം വിട്ടെന്ന് നോക്കുന്നത് കണ്ടു. അപ്പോഴും മാഹിർ മാത്രം മറ്റേതൊരു ലോകത്താണ്. സുൽത്താനയുടെ കരിച്ച ചീളുകൾ തൊണ്ടക്കുഴിയെ നെരിച്ച് പുറത്തേക്ക് ചാടി കാറ്റിൽ ലയിച്ചു. കണ്ണുകൾ വീണ്ടും നനഞ്ഞു. ഹൃദയം ഇപ്പോഴും ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാൻ മടിക്കുന്നത് പോലെ. ഇപ്പോൾ സുൽത്താനക്ക് മനസ്സിലായില്ലേ അവൻ നിന്റെ കാമുകനല്ലെന്ന്? ആയിരുന്നെങ്കിൽ അവൻ നിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞേനെ. അയാൾ പുഞ്ചിരിയോടെ അവളുടെ തലയിലൊന്ന് തഴുകി. ഇനി ഞാൻ പറയുന്നത് സുൽത്താന നല്ല കുട്ടിയായി അനുസരിക്കുമല്ലോ അല്ലേ? അയാൾ അവളുടെ കുഞ്ഞുപോയ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തി. സുൽത്താന കരഞ്ഞു കലങ്ങിയ മിഴികളുമായി അയാളെ നോക്കി. അയാൾ അമീറല്ല. സുൽത്താന ഒരിക്കലും അയാളെ അമീറായി കാണരുത്. അയാൾക്കൊരു കുടുംബമുണ്ടാവും, അവനെയും കാത്തിരിക്കുന്നൊരു കുടുംബം. അവർക്ക് അരി വാങ്ങാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയാൾ നാട് വിട്ട് ഇങ്ങോട്ട് വന്നത്. നീ അയാളുടെ യജമാനൻ്റെ മകളാണ്. ഡോക്ടറുകൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ, അമീർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്? അവനിപ്പോൾ സ്വർഗത്തിലെത്തിക്കാണും. അവിടെ ഹൂറിമാരൊപ്പം ഉല്ലസിക്കുന്നതിനിടയ്ക്ക് അവൻ പഴയ പ്രണയമെല്ലാം മറന്നു കാണും. അതുപോലെ സുൽത്താനയും എല്ലാം മറക്കണം. ബാപ്പ കണ്ടുപിടിച്ച് തരുന്നൊരാളെ നിക്കാഹ് കഴിക്കാൻ മനസ്സുകൊണ്ട് നീ ഒരുങ്ങണം. സുൽത്താന നെട്ടലൂടെ അയാളെ നോക്കി. അമീറിനെ മറന്നൊരു ജീവിതം, അത് തന്നെക്കൊണ്ട് സാധിക്കുമോ? അവൾ സ്വയം എന്നോണം ചോദിച്ചു. ഡോക്ടർ ഇക്കാര്യം പലവട്ടം പറഞ്ഞതാണ്. അറിയാം, തൻ്റെ മാതാപിതാക്കളുടെയും ആഗ്രഹം അതുതന്നെയാണ്. അവരുടെയൊക്കെ ആഗ്രഹത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് വേണ്ടി മനസ്സ് തയ്യാറെടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അതേ ചായയുള്ളവൻ തൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനർത്ഥം അമീർ തന്നെ വിട്ടുപോയിട്ടില്ല എന്നല്ലേ? താൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അവന് സഹിക്കില്ല എന്നല്ലേ? അവളുടെ ഹൃദയം ആരും അറിയാതെ തേങ്ങി. ഡോക്ടർ പറഞ്ഞതെല്ലാം മൂളിക്കേൾക്കുമ്പോഴും അവളുടെ കണ്ണുകൾ മാഹിറിൽ തന്നെ കുരുങ്ങിക്കിടന്നു. രാത്രി മാഹിർ സുറുമി അയച്ച വോയിസ് ഓപ്പണാക്കി. അവൾ ആദിലിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ നേരത്തെ വീണ സംശയത്തിൻ്റെ കരട് വീണ്ടും ഹൃദയത്തിലിരുന്ന് കുത്തിവിങ്ങി. ആ വേദനയിൽ കുഞ്ഞിൻ്റെ പനിയുടെ കാര്യം മുങ്ങിപ്പോയിരുന്നു. എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്ക് എന്ന് മാത്രമൊരു മെസ്സേജ് അയച്ചു മാഹിർ. മാഹിറിൻ്റെ മെസ്സേജ് വന്നതും സുറുമിയുടെ ഉള്ളിൽ സന്തോഷം മലതല്ലി. എത്ര പെട്ടെന്നാണ് അവളുടെ വിരലുകൾ ചലിച്ചത്. മെസ്സേജ് കണ്ടതും ചുണ്ടിലെ ചിരി പതിയെ വാടിക്കരിഞ്ഞു. വീണ്ടും അവഗണന തന്നെ. ഇതിൻ്റെ കാരണമെന്തെന്ന് അവൾക്കറിയില്ലല്ലോ. സുറുമിക്ക് വേദനിച്ചു. ആ എന്ന് മാത്രം പറഞ്ഞു. നിമിഷങ്ങൾ വീണ്ടും കൊഴിഞ്ഞു. അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുമെന്ന് കരുതി. നിനക്ക് സുഖമാണ് സുറുമ എന്നെങ്കിലും ആ ഒരു ചോദ്യം മതിയല്ലോ അവൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കാൻ. ഇക്ക കഴിച്ചോ? എന്താണ് നിങ്ങളെ വിശേഷം? റാഹത്തല്ലേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിനൊരു മറുപടി പ്രതീക്ഷിച്ചവൾ ഫോണിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. കണ്ണുനീർ പാടകെട്ടി കാഴ്ചയെ മറിച്ചു തുടങ്ങിയതും സുറുമി ഫോൺ മാറ്റിവെച്ചു. വിരഹവേദനയുടെ കൂടെ ഇപ്പോൾ അവഗണനയും. സഹിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. സുറുമി നെഞ്ചിൽ തിരുമ്പി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചുരുണ്ടുകൂടി കിടന്നു. അവളുടെ കണ്ണുനീർ കുടിച്ച് കല്ലായി തീർന്ന ആ തലയണയിലേക്ക് മുഖം അമർത്തി വെച്ചു.
കുളിയും ഭക്ഷണം കഴിക്കലുമൊക്കെ കഴിഞ്ഞ് മാഹിർ എഴുതാനിരുന്നു. പുതിയ ജോലിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കഥ ഡെയിലി എഴുതാമെന്ന് അവനൊരു ആരാധികക്ക് വാക്കു കൊടുത്തിരുന്നതാണല്ലോ. ഹൃദയത്തെ കാർന്നു തിന്നുന്ന സങ്കടങ്ങളെക്കുറിച്ച് കുറച്ചു നേരത്തേക്കെങ്കിലും മറക്കാൻ വേണ്ടി അവൻ കിസ്സയിലെ പാതി ബാക്കി എഴുതി തുടങ്ങി. ഒരു പാർട്ട് എഴുതി തീർത്തവൻ പോസ്റ്റ് ചെയ്തു. പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു കേട്ടോ. സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേഗം പോയി വായിച്ചോളൂ. അവൻ അവൾക്കൊരു മെസ്സേജ് അയക്കാനും മറന്നില്ല. മെസ്സേജിൻ്റെ ട്യൂൺ കേട്ടതും സുറുമയുടെ ഉള്ളം തുളുമ്പി തുടിച്ചു. എൻ്റെ ഇക്ക മറുപടി അയക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ അവഗണനയിൽ വിങ്ങിയവളുടെ മുഖം തെളിഞ്ഞു. നിമിഷനേരം കൊണ്ടവളുടെ പരിഭവം അലിഞ്ഞില്ലാതായി. പ്രിയതമൻ്റെ മെസ്സേജ് പ്രതീക്ഷിച്ചു നോക്കിയവളുടെ ചുണ്ടുകൾ ചെറുചുരി എടുത്ത് ചൂടും മുമ്പേ അത് നിരാശരായി വാടിക്കരിഞ്ഞു പോയിരുന്നു. മെസ്സേജ് അയച്ചത് മാഹിക്കയായിരുന്നില്ല, തൻ്റെ എഴുത്തുകാരനായിരുന്നു. തന്നോട് പറഞ്ഞ വാക്ക് പാലിച്ച സ്റ്റോറി എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുറുമിക്ക് എന്തോ അപ്പോൾ സ്റ്റോറി വായിക്കാനൊന്നും താല്പര്യം തോന്നിയില്ല. മനസ്സ് മടുത്തു പോകുന്നു. ഓരോ ദിവസവും നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു. ദിനങ്ങൾ ഓരോന്നായി കൊഴിയുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ താൻ മാത്രം ഈ കൂരയ്ക്കുള്ളിൽ ഇണക്കുരുവയും കാത്തിങ്ങനെ കഴിച്ചു കൂട്ടുന്നു. ഇനിയും എത്ര നാളിങ്ങനെ? മുൻപായിരുന്നെങ്കിൽ ആളുടെ പ്രണയം നിറച്ച വാക്കുകൾ കൂട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പാതിരാത്രി വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് സുറുമി നെട്ടിയുണർന്നത്. അവൾ മനഃപൂർവ്വം വാതിൽ തുറന്നില്ല. അറിയാമായിരുന്നു അത് അയാളായിരിക്കുമെന്ന്. ഈ വീട്ടിലെ മറ്റുള്ളവരാരെങ്കിലും ആയിരുന്നെങ്കിൽ പതുങ്ങി നിൽക്കാതെ ഉറക്കെ തൻ്റെ പേര് വിളിക്കുമായിരുന്നു. ഇത് അയാൾ തന്നെയാവും. സുറുമി കണ്ണടച്ചു കിടന്നു. പതിയെ ശബ്ദം നിൽക്കുന്നതും കാലടികൾ അകന്നു പോകുന്നതും അറിഞ്ഞു. ചിന്തകളുടെ ചുഴിയിൽപ്പെട്ട് എപ്പോഴോ വീണ്ടും ഉറങ്ങി. സുബൈബാങ്കിന് മുമ്പ് ഉണർന്നവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പ് ഫോണെടുത്ത് FB തുറന്ന് കിസ്സയിലെ പാതി ബാക്കി വായിച്ച് നല്ലൊരു കമൻറ്റും എഴുതിയിട്ടു. താങ്ക്സ്, നിങ്ങളെ തൂലികയ്ക്ക് വല്ലാത്തൊരു ശക്തി തന്നെയാണ് കേട്ടോ. ബാക്കി വായിക്കാൻ തിടുക്കം തോന്നുക. അടുത്ത പാർട്ട് വേഗം പോന്നോട്ടെ കേട്ടോ. കാത്തിരിക്കുന്നു. ഒരു മെസ്സേജ് അയച്ചിടാനും അവൾ മറന്നില്ല. അതേസമയം തൻ്റെ പാതിയായവളെ കിനാവ് കണ്ട് ഉറക്കിൽ നിന്നും നെട്ടിയുണർന്നവൻ സുറുമി അയച്ച മെസ്സേജ് അതേ നിമിഷം തന്നെ കണ്ടു. അവനൊരു ചിരിക്കുന്ന ഇമോജി അവൾക്ക് മറുപടി അയച്ചു. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ മനുഷ്യ? സുറുമി ചോദിച്ചു. ഉറക്കമൊക്കെ പോയി കിടക്കാവടോ. എങ്കിൽ പിന്നെ ആ കഥയുടെ ബാക്കി എഴുതിങ്ങ് തന്നൂടെ? എഴുതാനും മൂടില്ല. തനിക്ക് വേണ്ടിയാണ് ഇന്നലെ എഴുതിയത്. എന്നിട്ട് താനിത് വായിക്കുന്നത് എപ്പോഴാണെന്ന് മാത്രം. അത് ഞാനിന്നലെ വലിയ സങ്കടത്തിലായിരുന്നു. അതാട്ടോ. ഇത്രയും സമയം ഉത്സാഹത്തോടെ ചാറ്റിയിരുന്നവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. ആ നിമിഷം അനുഭവിച്ച അതേ നോവ് ഇപ്പോഴും അവളുടെ ഉള്ളിലിരുന്ന് വിങ്ങുന്നത് പോലെ. തനിക്കെപ്പോഴും സങ്കടം തന്നെയാണല്ലോടോ. തൻ്റെ ഇക്ക തന്നെയാണോ ഇന്നലത്തെ സങ്കടത്തിനും കാരണം? ആളുടെ പിണക്കം തീർന്നില്ലേ? ആ ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും ആ പെണ്ണിൻ്റെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാനും മാഹിറിനും താല്പര്യം തോന്നി. എന്നാൽ അവനെങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ കേൾക്കാൻ ഒരാളെങ്കിലും തയ്യാറായെന്ന തോന്നലിൽ സുറുമി തൻ്റെ കനലെരിയുന്ന മനസ്സ് ആരുടെയെങ്കിലും മുമ്പിലൊന്ന് തുറന്നു വെക്കാൻ തോന്നി. അയാളൊരു അന്യപുരുഷനാണെന്നുള്ള കാര്യമൊക്കെ അവൾ ആ നിമിഷം മറന്നു പോയിരുന്നു. അതെ, ആൾക്കിപ്പോൾ എന്നോട് മുൻപത്തെ പോലെ സ്നേഹമില്ല എന്നൊരു തോന്നൽ. ദേഷ്യം കാണിക്കുന്നില്ലെങ്കിലും ആളെന്നെ അവഗണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് എനിക്ക് മിടുക്കില്ലാത്തത് കൊണ്ടാണ് ഇക്ക എന്നോട് അകലുന്നത് എന്നാണ്. ആളുടെ ഉമ്മ പറയുന്നു ഞാൻ തലയിലായതിൽ പിന്നെ ആൾക്ക് കഷ്ടകാലമാണെന്നാണ്. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ അദ്ദേഹത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? എൻ്റെ പ്രാണനാണ്. ഞാൻ എന്നെപ്പോലും അത്രയും സ്നേഹിച്ചിട്ടില്ല. വെറും 3 മാസമേ കൂടെ നിന്നിട്ടുള്ളെങ്കിലും 3 ജന്മം ആളുടെ സ്നേഹം അനുഭവിച്ചതുപോലെയാണ് എനിക്ക്. എന്നിട്ടിപ്പോൾ ആൾക്ക് എന്നെ വിളിക്കാനൊട്ടും സമയമില്ല. എപ്പോഴും തിരക്ക്. ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കാൻ മറന്ന് ജോലിയെടുക്കുന്നത്? ഒരു മെസ്സേജ് അയച്ചാൽ പോലും മറുപടി തരാൻ ഒഴിവില്ലാത്ത അദ്ദേഹം അറിയുന്നുണ്ടോ അയാളെ കാത്തിരിക്കുന്ന പെണ്ണിൻ്റെ വേദന? സുറുമി മനസ്സിൽ വന്നതൊക്കെയും എഴുതിയിട്ടു. അത്രയ്ക്കുണ്ടല്ലോ അവളുടെ സങ്കടം. എന്നാൽ ആ മെസ്സേജ് വായിക്കുന്നവൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് മിടിക്കാൻ മറന്നുപോയി. എൻ്റെ പെണ്ണ് അവളായിരിക്കോ തൻ്റെ വിരൽത്തുമ്പിനപ്പുറം 3 മാസം മാത്രം കൂടെ നിന്ന പ്രവാസിയായ ഭർത്താവ് എന്ന് കേട്ടപ്പോൾ തോന്നിയ സംശയം മാത്രമാണ്. ഏയ് ആവില്ല. അവൾക്ക് FB ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. സോഷ്യൽ മീഡിയയിലൊന്നും അവളത്ര ആക്റ്റീവ് അല്ലല്ലോ. അവൻ തൻ്റെ മനസ്സിനെ പറഞ്ഞ് തിരുത്തി. തൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? അവൻ വെറുതെ ചോദിച്ചു. പേര് പറയുന്നില്ല. ഇയാളുടെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ.
പേര് പറയാൻ സുറുമി മടിച്ചു. അതെന്താടോ? ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞ് തനിക്ക് സ്വാതന്ത്ര്യം നൽകി ഒടുവിൽ തനിക്ക് എന്നോട് പ്രണയം തോന്നുമെന്ന ഭയമാണോ? അവൻ തമാശ പോലെ ചോദിച്ചു. പ്രണയമോ? എനിക്കോ? ഒരിക്കലുമില്ല. അള്ളാഹു പൊരുത്തപ്പെട്ടു തരുന്നതിനെ മാത്രമേ പ്രണയിക്കൂ എന്ന് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ ഞാനെടുത്ത തീരുമാനമാണ്. അതിന് ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാഹിറിന് ആ പെണ്ണിൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതം തോന്നി. ഇത്രമേൾ ഈ പെണ്ണ് ആ ഒരുവനെ പ്രണയിച്ചിട്ടും അവൻ എന്തിനാവും ഈ പെണ്ണിനെ വേദനിപ്പിക്കുന്നത്? മാഹിർ ചിന്തിച്ചു. അതെന്താ അങ്ങനെ? കട്ടു തിന്നുന്നതിന് സുഖമില്ലെന്നാണോ? മാഹിർ വെറുതെ അവളെ വട്ടുകളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. കട്ടു തിന്നതിന് സുഖം അത് പിടിക്കപ്പെടും വരെ കാണൂ. അത് കഴിഞ്ഞുള്ള അവരുടെ ജീവിതം നരകം തന്നെയായിരിക്കും. എല്ലാവരും വെറുക്കും. പഠിച്ചോൻ പൊരുത്തപ്പെട്ടു തന്ന ഇണയെ പ്രണയിക്കുന്നത് തന്നെയാണ് മൊഞ്ച്. ഹോ ശരി, സമ്മതിച്ചു. അപ്പോൾ താൻ എന്നോട് പേര് പറയില്ല അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. പറയില്ല എന്നല്ല, തൽക്കാലം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പറയണമെന്ന് തോന്നിയാൽ ഞാൻ പറയാം. ബാങ്ക് വിളിച്ചതും സുറുമി ചാറ്റ് അവസാനിപ്പിച്ച് ഫോൺ മാറ്റിവെച്ചു. നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി. ലബീബ അടുക്കളയിലേക്ക് വന്നതും അവളെയൊന്ന് ചൂഴ്ന്നു നോക്കി. ഇന്നലെ തൻ്റെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ഓരോന്നും മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൾക്കുണ്ട്, എന്നെ കാണുമ്പോഴുണ്ട് ഒരു ഇളക്കം. ലബീബ സുറുമിയെ അടിമുടിയോ നോക്കി. തന്നേക്കാൾ നിറവും സൗന്ദര്യമൊക്കെ കൂടുതലാണ് സുറുമിക്ക്. അസൂയയും ദേഷ്യവും ഉള്ളിൽ നുരഞ്ഞു. സുറുമി അതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിനുള്ള ചായയും എടുത്ത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഹസീനയുടെ ഭർത്താവ് മുസാഫിർ അങ്ങോട്ട് വന്നത്. സുറുമി, എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വേണം. അയാൾ സുറുമിയെ നോക്കി സൗമ്യമായി പറഞ്ഞു. ഹസീന മോനെ പല്ല് തേപ്പിക്കുകയാണ്. സുറുമി മുസാഫിറിന് ചായ എടുത്ത് കൊടുക്കുമ്പോഴെല്ലാം ലബീബയുടെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. സക്കീർ പറഞ്ഞത് ശരിയാണെന്ന് ലബീബ ഉറപ്പിച്ചു. താൻ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മുസാഫിർ സുറുമിയോടല്ലേ ചായ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടത്? ഇനി അവർ തമ്മിൽ വല്ല അവിഹിതവും ഉണ്ടാവോ? ലബീബയുടെ കുരുട്ടുബുദ്ധി പല വഴി പാഞ്ഞു. മുസാഫിർ ചായയും കൊണ്ട് ഹാളിലേക്ക് പോയതും ലബീബ സുറുമിയുടെ മുന്നിലേക്ക് വട്ടം കയറി നിന്നു. ആണുങ്ങളെ മയക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണ് അല്ലേടി? ഇതൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചു വിട്ടതാണോ? ലബീബ ശബ്ദം താഴ്ത്തി പല്ലെറുമ്പിക്കൊണ്ട് ചോദിച്ചു. സുറുമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തേ? എനിക്ക് മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാച്ചൊരു ഇള്ളക്കുഞ്ഞ്. നിൻ്റെ സൂക്കേട് എനിക്ക് നന്നായിട്ട് അറിയാടി. ഇറുകിയ നെറ്റിവിട്ട് എല്ലാ അളവും കാണിച്ച് ഇതിനകത്ത് ആണുങ്ങളെ വശീകരിക്കാൻ ഇറങ്ങിയേക്കല്ലേ നീ? സുറുമിക്ക് ശരിക്കും അപ്പോൾ ചിരിയാണ് വന്നത്. ഹോ, വശീകരണോ? ആരെ? ഇവർ ഭർത്താവിനെ. കഥയറിയാതെ ആട്ടമാടുന്ന ആ സ്ത്രീയോട് അവൾക്ക് സഹതാപം തോന്നി. പിന്നെ ഇതിനുള്ള മറുപടി ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. എൻ്റെ കുഞ്ഞവിടെ വയ്യാതെ കിടക്കുക. ഞാൻ അതിനെ വിളിച്ച് ചായ കൊടുക്കട്ടെ? അവരോട് മറുപടി പറയാൻ താല്പര്യമില്ലാതെ സുറുമി അവരെ കടന്ന് റൂമിലേക്ക് കടന്നു. ഡി അസീന, നീ ആ സുറുമിയൊന്ന് സൂക്ഷിച്ചോട്ടോ. മുസാഫിറിനെ കാണുമ്പോഴുണ്ട് അവൾക്കൊരു ഇളക്കം. അവന് ചായ എടുത്തു കൊടുക്കുന്നോ, കൊഞ്ചുന്നോ, കുഴയുന്നോ കൺമുന്നിൽ കണ്ടത് പറയാതിരിക്കാൻ എൻ്റെ നാവ് സമ്മതിക്കൂല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സൂക്ഷിച്ചാലേ ദുഃഖിക്കേണ്ട എന്നല്ലേ? ലബീബ സ്വകാര്യം പോലെ പറഞ്ഞു. ഹസീന അത് കേട്ട് ദഹിപ്പിക്കും പോലെ ലബീബയെ ഒന്ന് നോക്കി. എൻ്റെ പൊന്നിത്താത്ത, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ആ പാവം പിടിച്ച പെണ്ണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? എന്നെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവ് അവളെക്കുറിച്ച് എന്നോട് നല്ല ചിലത് പറഞ്ഞു. അത് നിന്നോട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സൂക്ഷിച്ചാലേ നിനക്ക് നന്ന്, അല്ലാതെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ലബീബ ചിറി കൂട്ടി. കുഞ്ഞിന് ഇപ്പോഴും ചെറിയ പനിയുണ്ട്. മുത്തുമോളെ, എണീക്ക് മോളെ, മരുന്ന് കുടിക്കണ്ടേ? നമുക്ക് ചായ കുടിക്കണ്ടേ? പുതുപ്പൊന്ന് മാറ്റി സുറുമി അവളെ പതിയെ തട്ടി വിളിച്ചു. കണ്ണു തുറന്നവൾ ഉമ്മയെ നോക്കി വാടിത്തളർന്നൊരു ചിരി നൽകി. നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. സുറുമി അവളെ വാരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ബ്രഷ് ചെയ്യിപ്പിച്ചു. ചായ കുടിക്കാൻ മടി കാണിച്ചെങ്കിലും ഓരോന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും കുടിപ്പിച്ചു. മരുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. ഉമ്മച്ചി, ഉമ്മച്ചി, എനിക്ക് ഉപ്പച്ചിക്ക് വിൽക്കണം. ഉപ്പാനൊന്ന് വിളിക്കോ ഉമ്മ? ആ കുഞ്ഞു മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷ സുറുമിയെ വേദനിപ്പിച്ചു. ഒത്തിരി ദിവസമായി അവൾ അവളുടെ ഉപ്പയോട് സംസാരിച്ചിട്ട്. അത്രയ്ക്കും ആഗ്രഹം ഉള്ളത് കൊണ്ടാവും പാവം. മാഹിറിനെ വിളിക്കാൻ വേണ്ടി ഫോണെടുത്ത സുറുമി അവൻ ഓൺലൈനിൽ ഉണ്ടെന്ന് കണ്ടു. എന്തിനോ? അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. സങ്കടം കൊണ്ട് കണ്ണുകൾ ചുവന്നു കലഞ്ഞ് മൂക്കിൻ തുമ്പും ചൊടികളും വിറച്ചു. എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാൻ മാത്രം സമയമില്ല. കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലേക്ക് അടർന്നു വീണു. കുഞ്ഞിന് വയ്യെന്ന് പറഞ്ഞതല്ലേ ഞാൻ?
കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും ഒന്ന് വിളിച്ചൂടെ? എന്തിനാണ് മാഹിക്ക ഈ അവഗണന? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണേ.